ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. എല്ലാ ശ്രോതാക്കൾക്കും തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 6 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗൃഹാതുര സ്മരണകളുമായി മലയാളികൾ തിരുവോണത്തെ വരവേറ്റു. ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. 2 ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും പ്രഖ്യാപനം. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ സെമി പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ജാർഖണ്ഡിലെ ടാറ്റാനഗർ, പറ്റ്ന ഉൾപ്പെടെ രാജ്യത്തെ 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിച്ചു. ജംഷഡ്പൂരിൽ നടക്കാൻ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി രാവിലെ പ്രധാനമന്ത്രി റാഞ്ചി വിമാനത്താവളത്തിലെത്തി. എന്നാൽ കനത്ത മഴയെ തുടർന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു. ജംഷഡ്പൂർ, റാഞ്ചി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളും വികസനവും ഏതാനും ചില നഗരങ്ങളിൽ മാത്രം ചുരുങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന ദർശനം ചിന്തകൾക്കും മുൻഗണനകൾക്കും മാറ്റം വരുത്തിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാർഖണ്ഡിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. एक समय था जब आधुनिक सुविधाएं, आधुनिक विकास देश के केवल कुछ शहरों तक सीमित रहता था, लेकिन सबका साथ सबका विकास के मंत्र ने देश की सोच और प्राथमिकताओं को बदल दिया है. अब देश की प्राथमिकता देश का गरीब है. अब देश की प्राथमिकता देश का आदिवासी है. अब देश की प्राथमिकता देश का दलित, वंचित और पिछड़ा समाज है. अब देश की प्राथमिकता महिलाएं हैं, युवा है, किसान है. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ദേവ്ഗഡ് ജില്ലയിലെ മധുപൂർ ബൈപ്പാസ് ലൈൻ, ഹസാരിബാഗ് ജില്ലയിലെ ടൌൺ കോച്ചിംഗ് ഡിപ്പോ എന്നിവയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളുമായി സംവദിക്കും. 4ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം, അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം ഗുജറാത്തിൽ നിർവഹിക്കും. ചൊവ്വാഴ്ച ഒഡീഷയിലെത്തുന്ന ശ്രീ മോദി ഭുവനേശ്വറിൽ 3800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ ഇന്ന് നാഗ്പൂർ സന്ദർശിക്കും. രാംദേവ് ബാബ സർവകലാശാലയിലെ ഡിജിറ്റൽ ടവർ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് അദ്ദേഹം നാഗ്പൂരിലെത്തുന്നത്. ഗവർണർ CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചു. 2 ദിവസത്തിനുള്ളിൽ രാജി സമർപ്പിക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന സൂചനയും അദ്ദേഹം നൽകി. തന്റെ സത്യസന്ധതയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തെളിയിച്ച് തിരികെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ അന്വേഷണ ഏജൻസിയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണവും ഏകോപനവും വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന 2 ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ഏജൻസികളുമായുള്ള സഹകരണം, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തടയൽ തുടങ്ങി ഭീകരതയെ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ തിരിച്ചറിയുകയും ഫലപ്രദമായി നേരിടുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മലയാളികൾ തിരുവോണത്തെ വരവേറ്റു. ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടവുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇത് പ്രതീക്ഷയുടെ ഓണം കൂടിയാണ്. അസുര ചക്രവർത്തിയായ മഹാബലി പ്രജകളെ കാണാൻ വരുന്ന ദിവസം എന്നതിനപ്പുറം വിശ്വമാനവികതയുടെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശമാണ് ഓരോ തിരുവോണവും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷം ഒഴിവാക്കിയിരുന്നു. തിരുവോണനാളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞതാകട്ടെ ഓണമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും ഓണാശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരോഗതിയിലും നവീകരണത്തിലും വിവിധ മേഖലകളിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും എഞ്ചിനീയർമാരുടെ സംഭാവനകളെ സമൂഹമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. വിഖ്യാത സാങ്കേതികവിദ്യാ വിദഗ്ധനായിരുന്ന സർ എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമാണ് രാജ്യത്ത് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ കൽക്കരി ഉൽപാദന രംഗം 5.85% വളർച്ച കൈവരിച്ചു. സെപ്റ്റംബർ 12 വരെയുള്ള കണക്കനുസരിച്ച് 411.6 ദശലക്ഷം ടൺ കൽക്കരി രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചു. 388.86 ദശലക്ഷം ടണ്ണായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിലെ ഉൽപ്പാദനം. ഖനന മേഖലകളിൽ കനത്ത മഴയുൾപ്പെടെ തടസ്സങ്ങൾ നേരിട്ട പശ്ചാത്തലത്തിലും വളർച്ച കൈവരിക്കാനായത് ശ്രദ്ധേയമാണ്. ഗ്ലോബൽ ബയോ ഇന്ത്യ 2024 പരിപാടിക്ക് ഇന്നലെ സമാപനമായി. ബയോടെക്നോളജി മേഖലയിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം പ്രകടമാക്കുന്നതായിരുന്നു 3 ദിവസത്തെ പരിപാടി. ഈ രംഗത്തെ നൂതനാശയങ്ങൾ, ജൈവ ഉൽപാദന സാധ്യതകൾ എന്നിവ സമ്മേളനത്തിൽ ചർച്ചയായി. രാജ്യത്തെ ബയോടെക് സ്റ്റാർട്ടപ്പുകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച 11 ഉൽപ്പന്നങ്ങൾ അനാവരണം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് ന്യൂഡൽഹിയിൽ സമ്മേളനം സംഘടിപ്പിച്ചത്. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എംപോക്സ് രോഗത്തിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞത്തിന് ഒക്ടോബർ 2 തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്. ആഫ്രിക്കയിൽ ഏറ്റവുമധികം എംപോക്സ് രോഗികളുള്ള രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. മൊത്തം രോഗബാധിതരിൽ 90% ഇവിടെയാണ്. വിവിധ അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് 2.65 ലക്ഷത്തിലധികം പ്രതിരോധ മരുന്ന് ഡോസുകൾ ലഭിച്ചതിനെ തുടർന്നാണ് വാക്സിനേഷൻ ആരംഭിക്കുന്നത്. അടുത്ത മാസം 2 ആരംഭിക്കുന്ന പ്രതിരോധ യജ്ഞത്തിന്റെ ആദ്യഘട്ടം 11 വരെ തുടരും. കുട്ടികൾക്കായി 3000 ഡോസ് വാക്സിനുകൾ സംഭരിക്കുന്ന പ്രക്രിയയും പുരോഗമിക്കുന്നു. കോങ്കോ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിവരങ്ങൾ പ്രകാരം രാജ്യത്ത് എംപോക്സ് എന്ന് സംശയിക്കപ്പെടുന്ന 21,813 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 716 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. MVA-BN വാക്സിനെ ആദ്യ എംപോക്സ് വാക്സിനായി ലോകാരോഗ്യ സംഘടനയുടെ പ്രീ ക്വാളിഫിക്കേഷൻ പട്ടികയിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പ്രതിരോധ യജ്ഞം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ കളിയും ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ISL ഫുട്ബോൾ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന്. പഞ്ചാബ് FC ആണ് എതിരാളികൾ. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ബ്രസൽസിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. 87.86 മീറ്റർ എറിഞ്ഞ നീരജിന് 1 സെന്റിമീറ്റർ വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം നഷ്ടമായത്. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവായ ആൻഡേഴ്സൺ പീറ്റേഴ്സാണ് 1ാമതെത്തിയത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ 3 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10. ലോഹ്യ നഗർ മേഖലയിലെ സക്കീർ കോളനിയിലായിരുന്നു സംഭവം. 12 പേരെ അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തു. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. മലപ്പുറത്ത് വീണ്ടും നിപ മരണം സംഭവിച്ചതായി സംശയം. വണ്ടൂർ നടുവത്ത് യുവാവ് മരിച്ചത് നിപ ബാധിച്ചാണെന്നാണ് കരുതുന്നത്. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കോഴിക്കോട് നടത്തിയ പരിശോധനയുടെ ഫലം പോസിറ്റീവാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം ലഭിച്ചാൽ മാത്രമേ നിപ സ്ഥിരീകരിക്കാൻ സാധിക്കൂ. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ട്രെയിനിടിച്ച് 3 പേർ മരണപ്പെട്ടു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ 3 സ്ത്രീകളാണ് ഇന്നലെ രാത്രി ട്രെയിൻ തട്ടി മരിച്ചത്. കോട്ടയം ചിങ്ങവനം സ്വദേശികളാണ് മരിച്ച 3 പേരും. കോട്ടയത്തേക്ക് പോകാൻ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു നീങ്ങവേ കാഞ്ഞങ്ങാട് സ്റ്റോപ്പില്ലാത്ത മറ്റൊരു ട്രെയിൻ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ചൈനയിൽ ബെബിങ്ക ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും നദികളിലെ ജലനിരപ്പ് ഉയരുമെന്നും ചൈനയുടെ ജലവിഭവ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ 6 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗൃഹാതുര സ്മരണകളുമായി മലയാളികൾ തിരുവോണത്തെ വരവേറ്റു. ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. 2 ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും പ്രഖ്യാപനം. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ സെമി പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.